It's a comedy delivered with a message. So I would suggest everybody to watch the film. Thank you. The overall comedy entertainment theatre Yeah, comedy wise it would click, and there's some action too. Shine Thomas good with the action part and the performance as well. And also there's a message, like an awareness sort of for the drug consumption that's happening these days. A lot of youth are falling for drugs, so it has a message as well. So I would like you guys to watch it. Full entertainment ആണ്. തിയേറ്ററൊക്കെ അടിച്ചു പൊളിക്കാനുള്ള ഇതാണ്. പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോമഡി എൻ്റർടൈനറാണ്. നല്ല കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്താണെങ്കിൽ പോലും ഒരു വലിയ വിഷയം ഇതിനകത്തുണ്ട്. അതായത് ഇന്ന് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നിനെതിരെ ഒരു നല്ല മെസ്സേജ് കൊടുക്കാനായിട്ട് ഈ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട്. കോളേജിലെ എല്ലാവരും അഭിനയത്തിലൊക്കെ ഒരു നന്നായിട്ട് ചിരിപ്പിക്കാനുള്ള സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. പ്രേംകുമാറിനെ സാറിന് കുറച്ച് നാളത്തെ ശേഷം ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ ആർട്ടിസ്റ്റുകളുള്ള മഞ്ജു പിള്ള അവരങ്ങനെ എല്ലാവരും നമുക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ ഇതിൽ തെറ്റില്ലാതെ കണ്ടൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഇഷ്ടപ്പെട്ടോ? കോമഡി എൻ്റർടൈൻമെൻറ്റൊക്കെ എത്രത്തോളം വർക്കായി? ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഷൈനിലൊപ്പം. ആ ഒരു ടീമൊക്കെ നല്ല രീതിയിൽ കോമ്പോ വർക്കാവുന്നുണ്ട്. കോമഡി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ? ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? കോമഡി ചെയ്തപ്പോൾ അടിപൊളിയാണ്, കണ്ടിരിക്കാൻ നല്ല മൂവി. എങ്ങനെയുണ്ട് ചേച്ചി പടം? അടിപൊളി. ചേച്ചി എങ്ങനെയുണ്ട്? ഹരിദാസ് വെള്ളപ്പൊക്കം അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഹെഡാണ് ഇപ്പോൾ ഞാൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു മൂവിയാണിത്. ഇത് അത്യാവശ്യം നല്ല ഇപ്പോൾ എല്ലാ സിനിമകളും ഏകദേശം ഒരു ത്രില്ലർ മൂവിയാണ്. പക്ഷേ ഇതൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഫാമിലിക്കൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആന ഒരു മുഖ്യ കഥാപാത്രമാണ്. ആനയൊക്കെ നന്നായിട്ട് ഡയറക്ഷൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ ആന അഭിനയിച്ചിട്ടുണ്ട്. ഇവരെക്കാൾ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന ആനയാണെന്ന് പറഞ്ഞു. ശരിക്കും ആന തന്നെയാണ്. ആന നന്നായിട്ട് ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ വൃത്തി ചെയ്തിട്ടുണ്ട്. ചിരിക്കാനൊക്കെ ഉണ്ട് നല്ല രീതിയിൽ. ഫാമിലി ഒരു ടൈം പാസ്സാണ്. കുറച്ച് ഏകദേശം നല്ല രീതിയിൽ ഒരു വഴിക്കിൽ അങ്ങനെ പോയി കണ്ടിരിക്കാം. അങ്ങനെ ബോറ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു സുരേഷ് പിന്നെ സാറിൻ്റെ കൂടെയും ഇലക്ട്രോണിക്കിലൂടെ കൂടെയാണ് വർക്ക് ചെയ്തത്. സോ അതൊരു വലിയൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ കൊച്ചിലെ ആഗ്രഹിച്ചൊരു സിനിമയിൽ ചെയ്യണമെന്ന് ചെറുതിലെ ഭയങ്കര ആഗ്രഹിച്ച് ഇരുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. നിങ്ങൾക്കും പാട്ടും സിനിമയും എല്ലാം ഇഷ്ടപ്പെടുന്നവരും അതെ, നിങ്ങൾക്കും സിനിമ ഇഷ്ടപ്പെടും. ഇത് ഫുള്ളൊരു ഫൺ ഒരു മൂവി ആണ്. ചിരിക്കാനും ഫാമിലിയായിട്ട് വന്ന് കാണാനും പറ്റിയൊരു മൂവി തന്നെയാണ്. എൻ്റെ പേര് രാമകൃഷ്ണ ഹരീഷാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതിന് മുന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് ഇത് ഫസ്റ്റ് മൂവിയാന്ന് പറഞ്ഞല്ലോ. യെസ്, അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളി തന്നെയായിരുന്നു. ഇപ്പോൾ വർഗീസ് ചേട്ടനാണ് എനിക്ക് എനിക്ക് കോൾ വന്നത്. അപ്പോൾ അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തതാണെങ്കിൽ വർഗീസ് ചേട്ടനോട് തന്നെ വേറെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിംസ് കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ പറയുകയാണെങ്കിൽ 6 - 1 ഷോർട്ട് ഫിലിം നമ്മുടെ അർജു, പിന്നെ അപർണ ചേച്ചി, ഹരീഷ് റാമൊക്കെ ഉള്ളൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് പാട്ടിൻ്റെ പേര് സ്വപ്ന സഞ്ചാരി എന്നാണ്. നമ്മുടെ സൂര്യസന്തോഷ് ചേട്ടനാണ് അത് പാടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നു. ഉടനെ അത് റിലീസാകും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ടല്ലോ ഫേമസ് ആയിട്ട്. അപ്പോൾ ആരാണ് ഇൻസ്പിറേഷൻ? ആക്ച്വലി എൻ്റെ വലിയ ഇൻസ്പിറേഷൻ പറയുകയാണെങ്കിൽ അനിരുദ്ധാണ്. എനിക്ക് അനിരുദ്ധിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് പാട്ടുകൾ പുള്ളിയുടെ കേട്ടിട്ടും പുള്ളിയുടെ സൗണ്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ യെസ്, വെള്ളപ്പൊക്കം ഇന്നത്തെ തലമുറയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജും ഈ സിനിമയിൽ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ക്രിസ്മസ് അടിനാശം വെള്ളപ്പൊക്കത്തിന് ആഘോഷിക്കുക. ആഘോഷമാക്കാം നമുക്ക് തിയേറ്ററിൽ. ഓക്കെ അടിപൊളി. തിയേറ്ററിൽ ആഘോഷമാക്കാൻ പറ്റും. എന്തായാലും ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടിരിക്കില്ല. എന്തായാലും പോയി കാണില്ലാരും. ഓക്കെ. ചെറുക്കൻ ഫസ്റ്റ് രാവിലെ ആദ്യത്തെ പടം അവൻ ഗംഭീരമായി. ഷജീറിൻ്റെ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ആദ്യത്തെ പടം ഗംഭീരമായി. അവന് ഇതേപോലെ ആർട്ടിസ്റ്റുകളൊപ്പം അവൻ നിന്ന് അഭിനയിക്കാൻ കാണുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് ചാനലിൽ വർക്ക് ചെയ്തിട്ടല്ലോ. അതൊന്ന് അഭിനയിക്കാൻ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഗംഭീര പടമാണ്. എല്ലാവരും കാണും. നല്ല കോമഡിയാണ്.
നല്ല ഒരു കഥയാണ്. തിയേറ്ററിൽ മൊത്തത്തിൽ ആഘോഷിക്കാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പണ്ട്. ഉണ്ട്. ഇനി പടത്തിൻ്റെ സംഭവം അറിയണമെങ്കിൽ ഇനിയും ക്രൗഡ് കൂടാനാണ് സാധ്യത. തകർത്തു ഗംഭീരമായിട്ട്